ചെറുപ്പകാലത്ത് പറഞ്ഞിരുന്നത് നിങ്ങൾ സന്ധ്യസമയത്ത് ദേഹം കഴുകി അല്ലെങ്കിൽ കൈയും കാലും കഴുകി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ സംസ്കാരത്തിൽ നമ്മളോട് പറഞ്ഞിട്ടില്ല. ദേഹം കാലും കഴുകി വിളക്ക് വെച്ച് എന്ത് ചെയ്യാൻ പറയും? നാമം ചൊല്ലാനാണ് പറയുന്നത്. പ്രാർത്ഥന ഇല്ല അവിടെ. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എപ്പോഴും നമുക്ക് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒരു സാധനം പുറത്തുണ്ടെങ്കിലാണ് പ്രാർത്ഥനയുടെ ആവശ്യം വരുന്നത്. നമ്മൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ, നമ്മൾ പുറത്തുള്ള ഒരാളോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ഇന്നത്തെ ഈ തലമുറ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മളോട് തന്നെ സംസാരിക്കാനാണ്. അവരിപ്പോൾ പറഞ്ഞില്ലേ ബിലീഫ്സിന്റെ കാര്യം കുറഞ്ഞു വരുന്നു. അവരോട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഒരു തരത്തിൽ അവരൊക്കെ സ്പിരിച്വൽ ആണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അവരൊക്കെ അവരോട് തന്നെ സംസാരിക്കുകയും അവരുടെ മനസ്സും ബുദ്ധിയും തരുന്ന തീരുമാനങ്ങൾ അവിടെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അവരാണ് ഇന്നത്തെ കാലത്തുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ. അത് സ്വാഭാവികമായ രീതിയിൽ നടക്കണം, വേറെ രീതിയിലുള്ള സംവാദങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു തലമുറ മാറ്റം വരുന്ന സമയത്ത് നമ്മുടെ ഈ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ അറിവുകളെയൊക്കെ തന്നെ ഇനി കുറച്ചു കാലം കൂടെ അത് ഉണ്ടാവുള്ളൂ. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു അവസ്ഥാന്തരത്തിലേക്ക് മാറ്റത്തിലേക്ക് വരാൻ പോവുക. ഈ ഒരു പഴയ തലമുറ എന്ന് പറയുന്ന ആൾക്കാർ തീരാനായി. ഇനി നമ്മൾ മനസ്സിലാക്കണം, അവരെന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ള അറിവുകളുടെ കലവറയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികളോട് നിങ്ങളിത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെല്ലാത്തിലെയും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ സനാതന ധർമ്മം എന്താണെന്ന് ഈ കുട്ടി എങ്ങനെ പറഞ്ഞു മനസ്സിലാവും? അതെ, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ കുട്ടി ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി പറയാനുള്ള ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം നിങ്ങൾക്കുണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ ഒരു കാര്യം ഞാൻ നേരെ റിവേഴ്സ് ഓർഡറിലും പറയാം, ആ കുട്ടിക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഈ ധർമ്മം തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് സർവശക്തനായിട്ടുള്ള ഈശ്വരനെ ചോദ്യം ചെയ്യുന്നത്? ആ ചോദ്യം ഇവിടെ ഇല്ല. നിങ്ങൾക്ക് എന്തും ചോദ്യം ചെയ്ത് പഠിക്കാനുള്ള അവകാശം തരുന്നൊരു ധർമ്മമാണ് സനാതന ധർമ്മം. പക്ഷെ ഈ ചോദ്യം ചെയ്യാനുള്ള ഈ അവകാശം തന്നെയാണ് ഈ ധർമ്മത്തെ ഇത്ര കണ്ട് താഴത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഈ റിലീജിയനിലേക്ക് വരുന്നത് ഒരു അപകടമല്ലേ? എങ്ങനെയാ ഉദ്ദേശിച്ചത്? അതായത് ഈ കൺവേർഷൻസ് നടക്കുന്നത് ഒരു അപകടമല്ലേ? ഏത് രീതിയിലാണ്? ഇപ്പം ഈ പറയുന്ന പോലെ നമ്മളിപ്പം വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ പല പല രീതിയിലുള്ള ഹിന്ദുസത്തിലേക്ക് വരുന്നു. പക്ഷെ അതിൽ ചില ആൾക്കാർ, ചില ഗ്രൂപ്പുകൾ മാത്രം ഒരു ഒന്നിലേക്ക് സെൻട്രിക്കായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കത്തില്ലേ? തീർച്ചയായിട്ടും. അത് കൂടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പൂർവികരും നമുക്ക് ആചാര്യന്മാരും തന്നിട്ടുള്ള ഭാവനയെ മാറ്റിമറിക്കാനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ കാണുന്ന ലിവിങ് എക്സാമ്പിൾസിൽ നമുക്ക് അതിനെ ഉപകരിക്കും തന്നെയാണ് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ആചാര്യന്മാർ ഉപദേശിച്ച തരത്തിലുള്ള ഒരു എന്താ പറയുക വിദ്യാഭ്യാസമല്ല ഇന്ന് നടക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഒരു ഫോളോയിങ് ഫാൻ ബേസ് കൂട്ടാനുള്ള ഒരു കൈൻഡ് ഓഫ് പ്രോസസ്സ്, അതിനങ്ങനെ വിളിക്കാനേ സാധിക്കുള്ളൂ. അല്ലാതെ അതൊരു സ്പിരിച്വൽ ഡിസ്കോഴ്സ് ആണോ സത്സംഗാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വ്യക്തിപരമായി അതിനോട് യോജിക്കുന്നില്ല. നമുക്ക് ഫോളോവേഴ്സിന്റെ എണ്ണം കൂട്ടണം. ഐ മീൻ നോട്ട് ഇൻ ഇൻസ്റ്റാഗ്രാം. നമുക്ക് പബ്ലിക് ആയിട്ട് നമ്മളൊരു പ്രോഗ്രാം രണ്ടും നമുക്ക് ഒരു പ്രോഗ്രാമിൽ വിളിക്കുമ്പോൾ നമുക്കൊരു പുതിയ ബിൽഡിംഗ് പണിയേണ്ടി വരുമ്പോൾ നമുക്കൊരു കോളേജ് കിട്ടുന്ന സമയത്ത് വി ഷുഡ് ഫൈൻഡ് സർട്ടൻ എമൗണ്ട് ഓഫ് മണി. അതിന് നമുക്ക് ഇത്ര കൈൻഡ് ഓഫ് ഫോളോവേഴ്സ് വേണം. ആ ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള മതവിദ്യാഭ്യാസമേ നമ്മൾ ഇന്ന് കൊടുക്കുന്നുള്ളൂ. ഒരു ഭാഗം മറച്ചു വയ്ക്കുകയും ഒരു സൈഡ് മാത്രം തുറന്നു കാണിക്കുകയും ചെയ്യുന്ന രീതിയാണ്. അതിന് മാറ്റം വരേണ്ടതാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ? തീർച്ചയായിട്ടും. അപ്പൊ ദൈവം ഉണ്ടെന്നല്ലേ? ഇതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണ്. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പാശ്ചാത്യരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചുള്ള പൊതുവെയുള്ള ഒരു രീതിയാണ്, അവർക്ക് ഡിപ്രഷൻ കൂടുതലാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ ആൾക്കാരാണ്. വിദേശത്തുള്ള ആൾക്കാർക്കാണ് എപ്പോഴും ഡൈവേഴ്സ് റേറ്റ് കൂടുതൽ, അല്ല അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ, ഇവിടെയും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ അവരെ മാത്രം കുറ്റം പറയുന്നത് യാതൊരു കാര്യമില്ല. പക്ഷേ ഇങ്ങനെയെങ്കിലും ഞാനൊക്കെ പറയുന്ന ഇപ്പം നമ്മൾ പറയുന്ന എല്ലാ കണ്ടന്റ്സൊന്നും ചിലപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല. ബട്ട് അവർ ഉയർത്തി കാണിക്കുന്ന ഒരു സിമ്പിൾ കണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഒരു നിമിഷത്തേക്കെങ്കിലും അവരെടുക്കാൻ വെച്ച കയറോ അവരെടുക്കാൻ വെച്ച സ്ലീപ്പിംഗ് പിൽസോ അവർ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സെൻസിൽ നല്ലതാണ്, അല്ലേ? ഇപ്പോൾ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ധർമ്മം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ കൊണ്ടുവന്നിട്ട് പിന്നെ എന്തിനു യൂസ് ചെയ്യുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്.